BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തി പ്രാപിക്കുന്നു. തൃശൂർ ജില്ലയിൽ ഓറഞ്ച് അലർട്ട്. ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തി പ്രാപിക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. തൃശൂരിൽ ഓറഞ്ച് അലർട്ട്. വടക്കൻ കേരളത്തിൽ ഈ മാസം 19 വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. പൌരത്വ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. വാർത്തയിൽ ഇടപെടലുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. പൌരത്വം തെളിയിക്കുന്ന രേഖ ആവശ്യപ്പെട്ട് LLB പ്രവേശന പരീക്ഷാ ഫലം തടഞ്ഞുവെച്ചെന്ന വാർത്തയിൽ ഇടപെടലുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ. പൌരത്വ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് മന്ത്രി പറഞ്ഞു. നിർദ്ദേശങ്ങൾ കർശനമാക്കിയത് AICTE ആണെന്നും ലളിതമാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സ്റ്റേഷനിലുണ്ടായിരുന്ന പ്രതികളെ മോചിപ്പിക്കുവാൻ ശ്രമം. CI പോലീസ് കസ്റ്റഡിയിൽ. സ്റ്റേഷനിലുണ്ടായിരുന്ന പ്രതികളെ മോചിപ്പിക്കുവാൻ ശ്രമിച്ച CI കസ്റ്റഡിയിൽ. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലാണ് നാടകീയ സംഭവം ഉണ്ടായത്. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ CI യഹിയെയാണ് നെടുമങ്ങാട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 3 ഇഡിയറ്റ്സ് സോനം വാങ്ചുക്കിന്റെ ജീവിതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതല്ല, വ്യക്തത വരുത്തി ആമിർ ഖാൻ. 3 ഇഡിയറ്റ്സ് എന്ന ചിത്രത്തിലെ റാഞ്ചു എന്ന കഥാപാത്രം സോനം വാങ്ചുക്കിന്റെ ജീവിതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണ് എന്ന ചർച്ചകൾ തള്ളി ആമിർ ഖാൻ. 2009 ചിത്രം പുറത്തിറങ്ങിയ സമയത്ത് തനിക്കോ സിനിമ എഴുതിയവർക്കോ സോനം വാങ്ചുക്കിനെ കുറിച്ച് അറിയില്ലായിരുന്നുവെന്ന് ആമിർ പറഞ്ഞു. ലണ്ടൻ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് പ്രതികരണം. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. കള്ളാടി മണ്ണിടിച്ചിൽ. അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞുമാറിയെന്ന റിപ്പോർട്ടിൽ രൂക്ഷ വിമർശനം. ഉദ്യോഗസ്ഥർക്കും കരാറു കമ്പനിക്കുമെതിരെ ക്രിമിനൽ നടപടി ഉൾപ്പെടെ സ്വീകരിക്കണം എന്നാണ് ശുപാർശ. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം എന്ത് വിട്ടുവീഴ്ചയാണ് ചെയ്യേണ്ടത്? പിണറായി വിജയൻ. ചർച്ചയ്ക്കായി വാതിലുകൾ തുറന്നു കിടക്കുകയാണെന്ന് ബിനോയ് വിശ്വം. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണമെന്ന CPIയുടെ ആവശ്യത്തിൽ വിട്ടുവീഴ്ച ഇല്ലെന്ന് ആവർത്തിച്ച് പിണറായി വിജയൻ. എന്ത് വിട്ടുവീഴ്ചയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച പ്രതിപക്ഷ നേതാവ് നേരത്തെ പറഞ്ഞ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുവെന്നും തുറന്നടിച്ചു. രാഷ്ട്രീയ പ്രശ്നമാണെന്നും ചർച്ചയ്ക്കായി വാതിലുകൾ തുറന്നു കിടക്കുകയാണെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. മുഖ്യമന്ത്രിക്ക് സമയമില്ല. AD തോമസും അജയ് ജുവൽ കുര്യാക്കോസും കൂടിക്കാഴ്ച ഉപേക്ഷിച്ചു. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി യൂത്ത് കോൺഗ്രസ് നേതാക്കളായ AD തോമസ് MLAയ്ക്കും അജയ് ജുവൽ കുര്യാക്കോസിനും ഇന്നും സമയം അനുവദിച്ചില്ല. ഇരുവരും കൂടിക്കാഴ്ച ഉപേക്ഷിച്ചു. ആലപ്പുഴ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഗൺമാൻമാർ മർദ്ദിച്ച കേസിൽ ADGP അജിത് കുമാറിനെതിരായ നടപടി വൈകുന്നതിൽ മുഖ്യമന്ത്രിയെ കാണാനായിരിക്കുകയായിരുന്നു ഇരുവരും തീരുമാനിച്ചിരുന്നത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.